രമേശ് പിഷാരടി സഭയിൽ അങ്ങ് കത്തിക്കേറുന്ന യുവ നേതാവ്, പാലക്കാടിന്റെ മാനം രക്ഷിച്ചു നല്ലൊരു നേതാവാണ്. ഇത്തരത്തിൽ നിയമസഭയിലെ അടുത്ത കാലത്തെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഭയങ്കര വളരെ വൈറലായിരുന്നു. അതിനുശേഷം പിന്നീട് അമ്മ സംഘടന, പിഷാരടിയെ സംബന്ധിച്ച് രണ്ട് പ്രശ്നങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കണം. രണ്ടാമത്, അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ തീർക്കണം. അങ്ങനെ പിഷാരടി തൻ്റെ അമ്മയിലെ രാജി കൊടുത്തിട്ടുണ്ട്. തനിക്കിനി താൻ ഇനി അതിൽ ഇരിക്കുന്നില്ല എന്ന രീതിയിൽ രാജി പറഞ്ഞു. എന്നോടൊപ്പം പിഷാരടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ രാജി തന്നെയാണ്, പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൊടുക്കും. ഇതിപ്പോൾ ശ്വേതാമേനോൻ തിരിച്ചു വരുന്നതെല്ലാം പ്രശ്നമായിരിക്കാം. എന്തായാലും അവരുടെ വോയിസ് റെക്കോർഡൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. അമ്മ സംഘടനയിലെ രണ്ട് ചേരിയിലുള്ള ആളുകൾ മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രസ് മീറ്റുകൾ കൂടുന്നു, ലൈവിൽ സംസാരിക്കുന്നു. ഇതിൽ പിഷാരടിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇനി ഇതിനകത്തേക്ക് പിഷാരടി സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങളിലേക്ക് വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല. അല്ല, പിഷാരടി എന്തും ചെയ്യും. പിഷാരടി മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് വരുന്നത്. ചെറിയ രീതിയിലുള്ള മിമിക്രി കലാകാരനായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയുടെ മാടവ്യനായി. മാടവ്യൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. ദുഷ്യന്തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ദുഷ്യന്തനെ ഫലിതം പറഞ്ഞ് ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മമ്മൂട്ടിയെ ഫലിതം പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ ഒപ്പം നടന്നാണ് അദ്ദേഹം ഒപ്പത്തിലെത്തിയത്. അങ്ങനെ മമ്മൂട്ടിക്കൊപ്പം നടന്നു വന്ന് അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ സഹചാരിയായി നിന്ന്, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന്, കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞു നിന്ന് പാലക്കാട് നിന്ന് മത്സരിച്ച് MLA ആയി. ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണത്. അദ്ദേഹം ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തെ ആദരവ് അർഹിക്കുന്നുണ്ട്. പക്ഷേ ഒരവസരം കിട്ടിയപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അമ്മ എന്ന സംഘടനയും ഞാൻ ഏറ്റെടുത്ത് കളയാമെന്ന് തീരുമാനിക്കുകയാണ്. ഒരു സംഘടന ഏറ്റെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് കൂടി നോക്കണ്ടേ? ആർത്തി മൂത്ത കാരണം അത് നോക്കിയില്ല. കാരണം ഈ അമ്മ സംഘടന കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ മുതലാണ് എന്നും അതിൻ്റെ നേതാവായി കഴിഞ്ഞാൽ സിനിമയിൽ അവസരങ്ങൾ കൂടുതൽ കിട്ടും എന്നുമാണ് പറഞ്ഞിരുന്നത്. കാരണം ഇതിന് മുൻപ് അമ്മ കൊണ്ടു നടന്നിരുന്നത്, ശരിക്കും അമ്മ എന്ന സംഘടന ആര് പ്രസിഡൻ്റായാലും കൊണ്ടു നടന്നിരുന്നത് വിൻസെൻ്റ് നമ്മുടെ ഇതായിരുന്നു, ഇന്നസെൻ്റ് ആയിരുന്നു. ഇന്നസെൻ്റ്, ഇടവേള ബാബുവും എല്ലാം കൂടിയാണ് അത് കൊണ്ടു നടന്നിരുന്നത്. ഒരു സംഘടന കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിശേഷിച്ചും സിനിമാ താരങ്ങളുടെ സംഘടന. എന്താ സിനിമാ താരങ്ങളുടെ സംഘടനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഓരോ സിനിമാ താരവും വരുന്നത് സ്വന്തം തൂക്കത്തിൻ്റെ ഇരട്ടി തലക്കനവുമായിട്ടാണ്. ഇപ്പോൾ 60 കിലോയാണ് സ്വന്തം തൂക്കം എന്നുണ്ടെങ്കിൽ 120 കിലോ തലക്കനവുമായിട്ടാണ് ഓരോ താരവും വരുന്നത്. ആ ഓരോ താരവും തങ്ങൾക്ക് വേണ്ടത്ര അർഹത, തങ്ങൾ അർഹിക്കുന്ന അത്രയും ആദരവ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇവരെയൊക്കെ ഒരുമാതിരി നയിച്ചുകൊണ്ട് പോയിരുന്നത് ഇന്നസെൻ്റായിരുന്നു. വലിയ പരിക്കില്ലാതെ ആ സംഘടന കൊണ്ടു നടന്നു. ഇന്നസെൻ്റ് കഴിഞ്ഞതിന് ശേഷം ആ സംഘടന വലിയ പരിക്കൊന്നുമില്ലാതെ കൊണ്ടു നടന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവാണ്. ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇവരെയൊക്കെ മാറ്റിക്കൊണ്ടാണ് പിന്നെ ഇത് എടുത്ത് ചാടിക്കൊണ്ട് കുറേ പേര് വന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു ജഗദീഷ്. ഇവരെല്ലാം കൂടി വന്ന് ഞങ്ങളിപ്പോൾ ഇത് എടുത്തിട്ട് ഇപ്പം മല മറിക്കും എന്ന് പറഞ്ഞ് വന്ന് തിരഞ്ഞെടുപ്പ് നടത്തി. തിരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം ജയിച്ചു. തിരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ ജയിച്ചു. ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിൽ ഒരു പാനൽ വന്നു. ആ പാനലിനൊരു ജനറൽ സെക്രട്ടറിയും ഉണ്ട്. പക്ഷേ ഈ പ്രസിഡൻറ്റിനും ജനറൽ സെക്രട്ടറിക്കും സംഘടന എങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതിൻ്റെ പരിചയക്കുറവുണ്ടായിരുന്നു. അവർ അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നേയില്ല ഈ ഘട്ടത്തിൽ. പക്ഷെ അവർക്ക് സംഘടന നടത്തിക്കൊണ്ട് പോകേണ്ടതിൻ്റെ പരിചയക്കുറവ് ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, അങ്ങനെ പരിചയക്കുറവുള്ള ഒരാൾ എന്തിനാണ് ഈ പണിക്ക് വന്നതെന്ന്. അത് തന്നെയാണ് ചോദിക്കേണ്ട ചോദ്യവും. അങ്ങനെ പരിചയക്കുറവുണ്ടെങ്കിൽ എന്തിനാണ് ശ്വേതാ മേനോനൊക്കെ ഈ പണിക്ക് ഇറങ്ങിയതെന്ന് ചോദിക്കേണ്ടതാണ്. പക്ഷേ ശ്വേതാ മേനോനെ അധിക്ഷേപിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും അവരെ പുറത്താക്കുന്നതിനുള്ളൊരു ലോബി രൂപപ്പെട്ടു വന്നു. ആ ലോബിയുടെ പ്രവർത്തനവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു.
ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ലോബിയാണ് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോബി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കിപ്പോൾ അമ്മയെ നയിക്കാൻ ഒരാളില്ല, അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ഇടക്കാലത്ത് ഞാൻ കയറിക്കോളാം എന്നും പറഞ്ഞ് ചാടി വീണ് കയറുകയാണ് ആര്? പിഷാരടി. അയാൾ ഒരു MLA ഒക്കെയാണ്, വെറുതും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല. ഒരു സിനിമാ നടൻ എന്ന നിലക്ക് അദ്ദേഹം വലിയ നടന വൈഭവമൊന്നും കാണിച്ചു വച്ചിട്ടില്ല. അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. ആ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് പിന്നെ ഫലിതം പറയുന്ന ഒരാളാണ്. അത് ഞാൻ മാടവ്യൻ എന്ന് ഉപയോഗിക്കാൻ കാരണം. അങ്ങനെ ഫലിതം പറഞ്ഞ് നടക്കുന്ന ഒരു കക്ഷി ഒരു ദിവസം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ അയാൾ MLA ആയി. ആ MLA എന്ന നിലക്ക് അയാൾക്ക് ഒരുപാട് ജോലി പാലക്കാട് ചെയ്യാനുണ്ട്, ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ അമ്മയെയും കൂടി നയിച്ചു കളയാം എന്ന് കരുതിയത്. കോൺഗ്രസ്സുകാർ കരുതിയിരിക്കണം, കാരണം നാളെ ഇയാൾ ചിലപ്പോൾ KPC പ്രസിഡൻ്റ് ആകാനും ശ്രമിച്ചെന്നിരിക്കും. ഇത് തന്നെക്കൊണ്ട് പറ്റുമോ എന്ന് നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്, നിയമം നോക്കിയിട്ടുമല്ല ഇത് ചെയ്യുന്നത്. കാരണം നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നതിനൊക്കെ ചില നടപടിക്രമങ്ങളില്ലേ? ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ എന്നാൽ അതേ കിടക്കുന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അത് സാധ്യമല്ല. സംഘടനയ്ക്ക് അതിൻ്റെ ബൈലോയിൽ എങ്ങനെയാണ് പ്രസിഡൻറ്റ് രാജിവെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡൻറ്റ് രാജിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡൻറ്റിനെ മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പുതിയ ഭരണസമിതി വരുന്നത് വരെ ഈ ഭരണസമിതി തുടരുമെന്നാണ് അതിൻ്റെ ബൈലോയിലുള്ളതെന്നാണ് പത്രത്തിൽ കണ്ടത്. അപ്പോൾ ഇവർ തുടരേണ്ടവരാണ്. ആര്? ശ്വേതാ മേനോനൊക്കെ രാജിവെക്കാൻ തീരുമാനിച്ചാലും പുതിയ ഭരണസമിതി വരുന്നത് വരെ അവർ തുടരണം. അവരിരുന്നിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടിഫിക്കേഷൻ വന്ന് ആ വിജ്ഞാപന പ്രകാരം നോമിനേഷൻ കൊടുത്ത് പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് ഒരു ദിവസം ജനറൽ ബോഡി നടത്തി ആ ജനറൽ ബോഡിയിൽ വെച്ച് പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്ത് അവർക്ക് സ്ഥാനം കൈമാറ്റം ചെയ്ത് കണക്കും കാര്യമൊക്കെ ഏൽപ്പിച്ചിട്ടേ ഇവർക്ക് പോകാൻ പറ്റൂ. അല്ല എന്നാൽ ദേ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ പോകാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇങ്ങോട്ട് വന്നേക്കെന്നും പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് പിഷാരടി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് നിൻ്റെ സംഗതി. എന്നാൽ പിന്നെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തോളാം എന്നാ പറയണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ കട്ട്, മറ്റേ ലക്ഷം രൂപ കട്ട്, അതിനകത്ത് കണക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കണക്ക് എങ്ങനെ ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അങ്ങനെ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു ടീമിനാണ് ഇത് ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തവർക്കും ഉത്തരവാദിത്വമുണ്ട്. അല്ല, തീർച്ചയായും ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. പിഷാരടി ഒരു ജനപ്രതിനിധിയാണ്. ഇയാളുടെ ഫോൺ കോളാണ് ചോർത്തപ്പെട്ടത്. ചോർത്തിയിട്ടാണ് ഈ പിഷാരടിയും അതുപോലെ തന്നെ ശ്വേതയും തമ്മിലുള്ള സംഭാഷണം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഔദ്യോഗിക വിവരങ്ങളാണെങ്കിൽ പോലും ചോർത്തപ്പെടാൻ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ആ ഫോൺ കോളിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ഫോൺ സന്ദർഭത്തിൽ പറയണ അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടെന്ന്, പക്ഷേ തെളിയിക്കാൻ പറ്റില്ലെന്നാണ് ജനപ്രതിനിധി പറയുന്നത്. ഒന്നാലോചിച്ച് നോക്ക്. അഴിമതി ശ്വേത പറയുന്ന രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട്, അത് ഞാനും സമ്മതിക്കുന്നു, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല. തെളിയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം, അഴിമതി നടന്നെങ്കിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷണം വേണമെന്നല്ല ഒരു ജനപ്രതിനിധി ആവശ്യപ്പെടേണ്ടത്. ഒരു ജനപ്രതിനിധി ആവശ്യപ്പെടേണ്ടത് എന്താണ്? അദ്ദേഹം പ്രീതിയോ വിദ്വേഷമോ കൂടാതെ ഞാൻ ഈ രാജ്യത്തെ ഭരണഘടനയും നിയമവും അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആളാണ്. അല്ലാണ്ട് അയാൾ വെറും ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് നടക്കുന്ന ഒരാളല്ല. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരാൾ ഇങ്ങനെ സംഘടനയിൽ വലിയ രീതിയിൽ അഴിമതി നടന്നിരിക്കുന്നു, ലക്ഷങ്ങളിങ്ങനെ മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണ്, അത് എനിക്കും അറിയാം, പക്ഷെ തെളിയിക്കാൻ പറ്റില്ല എന്നല്ലോ പറയേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നല്ലേ ഒരു ജനപ്രതിനിധി ആവശ്യപ്പെടേണ്ടത്? പിഷാരടി അത് ആവശ്യപ്പെട്ടു? ഒരു ജനപ്രതിനിധി ആവശ്യപ്പെടേണ്ടതല്ലേ? എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ശരി, അഴിമതി നടന്നിരിക്കുന്നു, ആ അഴിമതിയെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കാം. നമുക്ക് അന്വേഷണത്തിൽ തെളിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. അതല്ലാതെ അതൊക്കെ ശരിയാണെന്ന്, അതൊക്കെ എനിക്കും അറിയാം, ഇതൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ തെളിവുണ്ടാവില്ല. അന്വേഷണം നടക്കുന്നതിന് മുമ്പ് തെളിവുണ്ടാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും?
ഒരു കാര്യത്തിൽ തെളിവുണ്ടോ വേണോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ അന്വേഷണം നടക്കണ്ടേ? ഇത് ഒരു പഴയ മിമിക്രി ആർട്ടിസ്റ്റിനാണെങ്കിൽ അത് പറയാം. പക്ഷേ അസംബ്ലിയിലിരിക്കുന്ന ഒരു MLA ആണ്, ഇത് പറയാൻ പാടില്ല. ആ MLAയുടെ ഇത് പറയുന്ന സമയത്ത് അതിന് പറയേണ്ട മറുപടി എന്താണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാം, അന്വേഷിച്ചിട്ട് തെളിയുകയാണെങ്കിൽ നമുക്ക് നടപടി സ്വീകരിക്കാം എന്നല്ലേ പറയേണ്ടത്? അത് പറഞ്ഞില്ല. പക്ഷേ ആർത്തി മൂത്തിട്ട്, ഈ സ്ഥാനത്തോടുള്ള ആർത്തി മൂത്തിട്ട് ഇത് ശരിയാണോ, ലീഗലി കറക്റ്റാണോ ഇല്ലയോ എന്നറിയാതെ നേരെ തന്നെ ഇടക്കാല സമിതിയുടെ ചെയർമാനായിട്ട് ഞാൻ തന്നെ ഇരിക്കുന്നു എന്ന് എന്നെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വകാര്യ സംഘടനയാണ്, ആ സ്വകാര്യ സംഘടന ഞങ്ങളുടെ പണമാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമായില്ല. കാരണം അത് രജിസ്റ്റേർഡ് ആണല്ലോ. സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തേക്കുന്ന സംഘടനയല്ലേ. ആ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനക്ക് പ്രവർത്തിക്കാൻ ചില വ്യവസ്ഥകളും നിയമങ്ങളൊക്കെ ഉണ്ട്. ആ വ്യവസ്ഥയും നിയമവും അനുസരിച്ച് വേണം അവർ പ്രവർത്തിക്കാനായിട്ട്. അല്ലാതെ അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ എന്തായാലും ശരിയാണ്, ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സേവനങ്ങളുണ്ട്, അത് കാണാതിരിക്കരുത്. കാരണം ഒരുപാട് പേർക്ക് അവർ മരുന്ന് കൊടുക്കുന്നുണ്ട്, സഹായം കൊടുക്കുന്നുണ്ട്. കലാകാരന്മാരാണ് ഈ സിനിമയിലൊരു 10% പേർക്ക് മാത്രമേ കാശുള്ളൂ, ബാക്കി 90%നും അങ്ങനെ വലിയ കാശൊന്നുമില്ല. പക്ഷേ ഈ വലിയ കാശുണ്ട് എന്നും ഒരു ഭാവത്തിലൊക്കെ അവർ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആ 10% മാറ്റി വെച്ച് കഴിഞ്ഞാൽ 90% വരുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അമ്മ. എനിക്കതിനകത്തുള്ള താല്പര്യം അത് മാത്രമാണ്. അത് അവർ ഇതിന് മുൻപുണ്ടായിരുന്ന ഭരണസമിതി, എനിക്ക് തോന്നുന്നു മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉൾപ്പെടുന്ന ഭരണസമിതി, ആ ഭരണസമിതിക്കാർ കഠിനമായി പ്രയത്നിച്ചിട്ടാണ് അവരിതിൻ്റെ പൈസ ഉണ്ടാക്കിയത്. അതിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ എടുത്തു. ആ സിനിമ എടുത്തിട്ട് അതിൻ്റെ ചിലവ് മാത്രം എടുത്ത് ബാക്കി മുഴുവൻ പണവും സിനിമയ്ക്ക് കൊടുത്ത നടൻ്റെ പേരാണ് ദിലീപ്. ദിലീപാണ് ആ സിനിമ എടുത്തത്. അതിൻ്റെ 2020 എന്തോ പറഞ്ഞിട്ടൊരു സിനിമ, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. എല്ലാ നടന്മാരും അഭിനയിക്കുകയും ഒക്കെ ചെയ്ത് സൂപ്പർ താരങ്ങളും സൂപ്പർ ആയേക്കാവുന്നവരും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അഭിനയിച്ച് അവരൊരു ദൗത്യമായിട്ടെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ അതിനകത്തിട്ട് ആ പൈസ കൊണ്ട് ഈ 10,000 രൂപയുടെ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, 10,000 രൂപയ്ക്ക് ഒരു മാസം മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ കാര്യമാണ്. മരുന്ന് വാങ്ങിക്കാൻ പൈസ പോലും ഇല്ലാത്ത നടീനടന്മാരില്ലേ, അവർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരുപാട് പേരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് അത് തകരാൻ പാടില്ല, അത് വളരെ കൃത്യമായിട്ട് നിലനിൽക്കുക തന്നെ വേണം. അത് ഇതുപോലെ മറ്റേ സംഘടന എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് അറിയാത്തവരൊക്കെ ഒന്നും അല്ല അത് വേണ്ടത്. സംഘടനാ ബോധമുള്ളവരും സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്നവരുമാണ് വേണ്ടത്. പിന്നെ അതിൽ നിന്ന് ഇവർ പറയുന്ന രീതിയിലുള്ള, ഇപ്പോൾ ശ്വേത പറയുന്ന അഴിമതിയും ശ്വേതയ്ക്കെതിരെയുള്ള അഴിമതിയൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ, അത് അവരുടെ രീതി. പക്ഷേ അമ്മ എന്ന സംഘടന നിലനിൽക്കുക തന്നെ വേണം, അത് വളരെ ശക്തമായി നിലനിൽക്കണം. അതിലുള്ള ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ കക്ഷികളൊക്കെ വരികയും അവരുടെ ചെറിയ ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നൊരു സാഹചര്യം ശരിയല്ല. അതിനെ ഇപ്പോൾ ഒരു MLA അതിന് കൂട്ടുനിന്നു എന്ന് കേൾക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.